നമസ്കാരം. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങേക്ക് സ്വാഗതം. നമ്മുടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരുപാട് നാളായി നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു അറസ്റ്റ് ഇന്നലെ വൈകി നടന്നു. അത് മുൻ ദേവസ്വം ഭരണസമിതി അംഗം KP ശങ്കർദാസ് ആണ് ഇന്നലെ വൈകി അറസ്റ്റിലായത്. പോലീസ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇനി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. വിവരം കോടതിയെ ധരിപ്പിച്ചു. കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഈ അറസ്റ്റും റിമാൻഡ് റിപ്പോർട്ടും എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതിയാണ് ഇക്കാര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് പോകേണ്ടത്. അങ്ങേക്ക് എന്തു തോന്നുന്നു? ഈ ശങ്കർദാസിൻ്റെ അറസ്റ്റോടുകൂടി ഒളിഞ്ഞിരിക്കുന്ന മറ്റു പ്രതികളെല്ലാം പുറത്തു വരുമോ? വാസ്തവത്തിൽ ഈ SITയുടെ നടപടി ശങ്കർദാസിൻ്റെ അറസ്റ്റോടുകൂടി ഇനി തൊട്ടു പുറകെ നമ്മുടെ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ വരി നിൽക്കുകയാണ്, അകത്തേക്കോ പുറത്തേക്കോ എന്ന മട്ടിൽ. അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശങ്കരദാസിൻ്റെ അറസ്റ്റ് SIT സന്തോഷത്തോടുകൂടി അറസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നില്ല. കോടതി പിടിക്കപ്പെട്ടു എന്ന് തോന്നിയ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറസ്റ്റ്, അത് ഈ മകരസംക്രാന്തി തന്നെ നടന്നു എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു നിശ്ചയം കൂടിയാണെന്നാണ് തോന്നുന്നത്. ഭഗവാനോട് കളിച്ച എല്ലാവർക്കും മകരവിളക്കിന് തന്നെ അനുഭവം കിട്ടി. കേട്ടുകേൾവി ശരിയോ തെറ്റോ എന്നറിയില്ല, മകനും എന്തോ അനുഭവങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും SIT അറസ്റ്റ് ചെയ്തതോടുകൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോകാൻ എളുപ്പമാണ്. അടുത്ത ആളിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എന്തോ ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ പറയുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന SIT ആണോ എന്നാണ് സംശയിക്കുന്നത്. അത് പ്രശാന്തിൻ്റെ കാര്യമായാലും പ്രശാന്തിൻ്റെ കൂട്ടത്തിരുന്നവരായിരുന്നാലും ഈ വാഗ്യവാഹനം തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് പറയുന്ന ആളുകളായാലും ഒക്കെ നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട സമയം കഴിഞ്ഞു. അത് ഒട്ടും വൈകില്ല. കാരണം ഇത് ഒരു ഭഗവാന്റെ കൂടി സാന്നിധ്യമുള്ള അന്വേഷണമാണ്. അവർക്ക് അങ്ങനെയൊന്നും കളിക്കാൻ പറ്റില്ല. മുൻ മന്ത്രി കടകംപള്ളി, അതുപോലെ തന്നെ ശ്രീ വാസുവൻ, അതുപോലെ നിരവധി ഒരു 3 ഡസനോളം ഉദ്യോഗസ്ഥരും ഇതിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ അന്വേഷണങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണം ആയതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഈ സർക്കാർ കണ്ടുപിടിച്ചെന്നല്ലോ, കോടതിയാണ് ഈ അന്വേഷണം. തീർച്ചയായിട്ടും അതിനൊരു ബെഞ്ച് തന്നെ ഇപ്പോൾ ഉണ്ട് ഹൈക്കോടതിയിൽ, ഒരു ദേവസ്വം ബെഞ്ച്. ഈ ബെഞ്ച് ഇല്ലായിരുന്നെങ്കിലുള്ള സ്ഥിതിയാണ് ഞാനിപ്പോൾ ആലോചിച്ചു പോയത്. ഇത് മുഴുവൻ പോകില്ലായിരുന്നു. അതെ, അയ്യപ്പനെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഇവർ കൊള്ളയടിച്ചാണ്. ആ കൊള്ളയിൽ നിന്ന് ഹൈക്കോടതിക്ക് ഒരു പരിധി വരെ ഇത് തടയാൻ കഴിഞ്ഞിരിക്കും. ശബരിമലയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയണം. എന്നാലും അത് പൂർണ്ണമായിട്ട് അതിനകത്ത് ഇതൊക്കെ നടക്കുന്നു. ഒരു സ്പെഷ്യൽ ഓഫീസറെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അത് കൃഷ്ണനായർ സാറിൻ്റെ കാലം മുതൽ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തി അപ്പോഴപ്പോഴോ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് കോടതി പിടിക്കുന്നുണ്ട്. അവരെയും ശ്രദ്ധപ്പെടാത്ത കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഈ കള്ളന്മാരെ എല്ലാ കള്ളവും എല്ലാവർക്കും പിടിക്കാൻ കഴിയില്ല. കള്ളൻ ചെയ്യുമ്പോഴെല്ലാം ആലോചിച്ച് ചെയ്യും. അത്തരം കള്ളങ്ങൾ ഇപ്പം ഭാഗ്യവാഹനം അദ്ദേഹത്തിൻ്റെ അവിടെ തന്ത്രിയുടെ അവിടെ നിന്ന് കിട്ടി, ഇനി കിട്ടാനുണ്ട്. ഇന്നിതാ പറയുന്നു 14ഓളം ഈ ഇല ആഞ്ഞിലല്ലേ, എന്താ കൊടിമരത്തിൻ്റെ ഇതിൽ നിന്ന് ആലില്ല, അത് പോയെന്ന് പറയുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അഷ്ടദിക്പാലകന്മാരുടെ വിഗ്രഹങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അഷ്ടദിക്പാലകരെ കുറിച്ച് അറിയില്ല. അതിൻ്റെയൊക്കെ മൂല്യമൊക്കെ പറയുന്നത് കേട്ടിട്ട് വലിയ മൂല്യമുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൂട്ട് അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇനി പ്രശാന്തിനെയൊക്കെ പിടിക്കുന്ന സമയത്ത് അടുത്ത വലിയ ആളുകളെ പേരുകൾ കൂടി എത്തുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഈ കണ്ടെത്തിയതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. അത് കോടതിക്ക് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ ഒക്കില്ലല്ലോ. കോടതി ഇടുന്ന ഓർഡറുകൾ അന്വേഷിക്കുന്ന ആരാണ്? SIT ആണ്. SITക്ക് തൃപ്തികരമായി അന്വേഷണം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ അന്വേഷണം മറ്റൊരു ഏജൻസി ഏൽപ്പിക്കണം.
അത് സർക്കാരിന് മിനിമം മാന്യത ഉണ്ടെങ്കിൽ ഇത് തെളിയട്ടെ എന്നാണ് ആഗ്രഹമാണെങ്കിൽ CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിച്ചാൽ എല്ലാം കൃത്യമായിട്ട്. അവിടെയും ഒരു ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അത് പാളിപ്പോകാനുള്ള സാധ്യതയില്ലേ? അല്ല, അത് ഉണ്ടാവുമല്ലോ. ഹൈക്കോടതി അന്വേഷണം ഉണ്ടല്ലോ. ഹൈക്കോടതി ബെഞ്ചും അന്വേഷണവും നിലനിൽക്കുകയാണല്ലോ. CBI അന്വേഷണം ഈ ഹൈക്കോടതി തന്നെ കമാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ കൂടി ഇതിൽ പെടുത്തണം. ആദ്യത്തെ കൊടിമരം മുതൽ തുടങ്ങണം. ഇങ്ങോട്ട് ശരിക്കും നമ്മൾ ഈ 2014-15 കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വരുന്ന കാലം തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്പോൺസർമാരും ഒക്കെ കടന്നു വരുന്നത് ആ കാലം തൊട്ടാണ്. അവരെ കൊണ്ടുവരുന്നത് ആരാണ് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തന്ത്രി വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നതെന്ന് പറയുന്നു. പക്ഷേ ഈ കൊടിമരത്തിൻ്റെ ജീർണോദ്ധാരണം ആരംഭിക്കുന്നത് ആ കാലത്താണ്. അന്ന് തൊട്ട് കാര്യങ്ങളെല്ലാം ദുരൂഹതയിലാണ്. അപ്പോൾ ശരിക്കും അന്ന് തൊട്ട് ഈ കേസ് അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതല്ലേ? കൊടിമരം മുതൽ തന്നെ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ വിവിധ തട്ടുകളിലേക്ക് വിവിധ കളവ് പോയ മൂല്യമുള്ള നിരവധി കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിൻ്റെ അന്വേഷണങ്ങൾ വഴിമുട്ടാതിരിക്കണമെങ്കിൽ കാലതാമസം ഒഴിവാക്കണം. ഇത് തന്നെ ഇപ്പോൾ ഇന്നലെ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. അതായത് സുഖമല്ല കിടക്കുന്ന ആളിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അത് കോടതിക്ക് കൊടുത്തു. കോടതി നേരിട്ട് വന്ന് റിമാൻഡ് ചെയ്യും. ഇത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. ഇതിൽ പ്രത്യേകം സംഭവിച്ചില്ലല്ലോ. 60 ദിവസം വൈകി. ജനങ്ങളും ഹൈക്കോടതിയൊക്കെ പിടിച്ചു എന്ന് നോക്കിയപ്പോൾ SP-യുടെ അച്ഛനായതുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ ദൂരെ കൂടിയൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഗതിമുട്ടിയാണ് നിലപിടിച്ചത്. അതിന് 60 ദിവസം വേണ്ടി വന്നു. 6 ദിവസം വേണ്ട. സ്റ്റാർട്ടിങ്ങിലെ ആണെങ്കിൽ 3 ഘട്ടം അറസ്റ്റ് കൂടി കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇലക്ഷനിൽ ആളുകൾ മുഴുവൻ സമയത്ത് ഇരുഭാഗത്തിനും ഡാമേജ് വരും. അതായത് ഇവിടുത്തെ LDF-ലുള്ള ആളാവട്ടെ UDF-ലുള്ള ആളുകൾക്കും ഒക്കെ ബന്ധമുള്ളതാണ് ഈ കവർച്ച. അപ്പോൾ ഇലക്ഷൻ വന്ന സമയത്ത് രണ്ടുപേരും കൂടി സ്വരൂപിച്ച് ഇതിനെ തടഞ്ഞു വയ്ക്കാനേ നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് 60 ദിവസം SAT ഈ കേസ് ചവിട്ടിത്താത്തു വച്ചു എന്നുവാണെങ്കിൽ നമുക്ക് പറയുന്നതിന് തടസ്സമില്ല. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ PS പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞു. പ്രശാന്ത് ഇതെല്ലാം കഴിഞ്ഞ്, അതായത് 2022 തൊട്ടാണ് പ്രശാന്തിൻ്റെ കാലയളവ് വരുന്നത്. പക്ഷേ പ്രശാന്തിൻ്റെ കാലയളവിലും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് ഈ സാധനങ്ങൾ ഇളക്കി ആരോടും ഒരു അനുമതിയും ചോദിക്കാതെ ഒരു അനുജ്ഞയും വാങ്ങാതെ നേരെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് അപ്പോൾ സത്യത്തിൽ മുമ്പ് നടന്നുകൊണ്ടിരുന്ന കൊള്ളയുടെ ഒരു ബാക്കി പത്രമല്ലേ ഈ പ്രശാന്തിലൂടെയും നടന്നിരിക്കുന്നത്. എന്നിട്ട് പ്രശാന്തിനെ ഇപ്പോഴും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 2018-19 ഒക്കെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം അറിയാതെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഭരണസമിതിക്കും തന്ത്രിക്കും ഒക്കെ കൂടെ ചേർന്ന് ഇതിങ്ങനെ എടുത്ത് തോന്നിയതുപോലെ ഏതെങ്കിലുമൊക്കെ ദിക്കിലേക്ക് കൊടുത്തുവിടാൻ സാധിക്കുമോ? എന്താണ് അങ്ങേക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാം? പ്രശാന്ത് ഹൈക്കോടതി പറയാത്തൊരു കാര്യമാണ് ചെയ്തത്. ഹൈക്കോടതി പറയാത്ത സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് അങ്ങ് പുറത്തേക്ക് കച്ചവടത്തിന് മാറ്റിയതാണ്. കോടതി പോലും പറയാത്തൊരു കാര്യം ചെയ്തത് ഒരു വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ആ കുറ്റത്തിന് അറസ്റ്റിൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ കോടതിയുടെ എന്തെങ്കിലും ഒരു അനുവാദം വേണം. അതൊന്നുമില്ലാതെ ഇതെങ്കിൽ മദ്രാസിലൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത്? അത് ചെയ്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആ നിർദ്ദേശമുള്ള ആളുകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. ഇത് ഓരോ ഘട്ടം പോകുമ്പോഴും ഓരോരുത്തർക്കും രക്ഷപ്പെടേണ്ട ഭാഗങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചാണ് ആളുകളെ വിടുന്നത്. ഇപ്പം പ്രശാന്തിനെ പിടിക്കുമ്പോൾ കടകംപള്ളിയുടെ പേര് വരാതെ നോക്കുന്നു, കടകംപള്ളി ആണെങ്കിൽ വാസുവിൻ്റെ പേര് വരാതെ നോക്കും. ഇങ്ങനെ ഇതിനകത്തെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ മറച്ച് വച്ച് അവസാനം ഈ ഘട്ടോടുകൂടി CBI എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാം ഒന്നിച്ച് പൊങ്ങും. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ രൂപം. അല്ല, അത് SIT അന്വേഷണം കൊണ്ട് ഇപ്പോൾ കോടതി തൃപ്തി രേഖപ്പെടുത്തിയതാണ് SIT അന്വേഷണത്തിൽ. അപ്പോൾ പിന്നെ ആ ഒരു സാഹചര്യത്തിൽ അവർക്കിപ്പോൾ 6 ആഴ്ച കൂടെ നീട്ടിക്കൊടുത്തു. പക്ഷേ ഇപ്പോഴും നമ്മൾ എല്ലാവരും വളരെ ആശ്ചര്യത്തോടുകൂടി അല്ലെങ്കിൽ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത് ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനൊരു പോരായ്മ ഒഴിച്ചാൽ SITയുടെ അന്വേഷണത്തിൽ ഒരല്പം വേഗക്കുറവുണ്ട് എന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അതിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതൃപ്തി എന്ന് പറയുന്നത് തൊണ്ടി മുതൽ എന്ന് പറയുന്നത്
വാങ്ങുന്നയാൾ ഇപ്പോൾ ഞാനാണ് ഈ തൊണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നിലെത്തുമ്പോഴല്ലേ തൊണ്ടി കിട്ടൂ. അതെ. അപ്പോൾ തൊണ്ടി ഇരിക്കുന്നത് മന്ത്രിമാരും മുൻ മന്ത്രിമാരുടെ അടുത്താണ് തൊണ്ടി. അവിടെ ഉള്ള അറസ്റ്റ് ചെയ്തല്ലേ തൊണ്ടി എടുക്കാൻ കഴിയൂ. അല്ലാതെ പോറ്റിയും മറ്റും എടുത്ത സാധനങ്ങൾ ഈ തൊണ്ടി വേറൊരാളുടെ കൊടുത്തു. പോലീസിൻ്റെ നടപടി അങ്ങനെയല്ലേ? ആരെങ്കിലും ഒരു 5 പവൻ മോട്ടിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ എനിക്ക് തൊണ്ടി എവിടെ ഒരു ഇന്ന ജുവലറി പോകുമ്പോൾ അവൻ തൊണ്ടി ഉരുക്കി വിറ്റ് എന്നിട്ട് പകരം 5 കിലോ കൊടുക്കും. അതേപോലെ തൊണ്ടി ഇരിക്കുന്നിടത്ത് എത്തിയില്ല. ഒരേ കുറ്റം ചെയ്ത വിജയനും ശങ്കരദാസും 60 ദിവസം മുമ്പേ വിജയൻ ജയിലിൽ കിടക്കുകയും അതേ കുറ്റം ചെയ്തയാൾ 60 ദിവസം ആശുപത്രി കിടക്കുകയും ചെയ്ത്. SIT മെച്ചമെന്ന് പറയാൻ എനിക്കിതൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്ത് മെച്ചം? അല്ലെങ്കിൽ ആ സാമൂഹ്യ നീതി എന്ന നിലയിൽ അപ്പോൾ അറസ്റ്റ് ചെയ്തുകൂടെ? അന്നേ ഈ 60 ദിവസം മുമ്പേ തന്നെ വിജയനെ അറസ്റ്റ് ചെയ്തപ്പം തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തണം. അങ്ങനെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും 2-4 പേരുടെ അറസ്റ്റ് കൂടി കഴിഞ്ഞ് കേസ് അന്വേഷണം ഇനിയിപ്പോൾ 90 കഴിയുമ്പോൾ ഇത് അവർക്ക് ജാമ്യം കൊടുക്കും. ഇത് നീട്ടിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയാണ്. ഈ 60 ദിവസം ആശുപത്രി കിടന്നതിന് ശേഷം അവർക്ക് ഹൈക്കോടതി ചോദിക്കുക എന്തുകൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ പ്രതികളെ കിട്ടിയില്ല. അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് മുഴുവൻ പ്രതിയെയും പിടിച്ച് നേരിട്ട് കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ ഇതിലാരും പുറത്തിറങ്ങില്ലായിരുന്നു. ആ വലിയ കുറ്റം തെളിയുന്നൊരു അകത്തിടണം. ഇതൊരു വലിയ കൂടുതലാണ്. അത് SIT കൂട്ടുനിന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. സാധാരണ എന്ത് സംഭവം ഉണ്ടായാലും വലിയ വായിൽ പ്രതികരിക്കുന്ന ഒരു കൂട്ടരാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. നമുക്കറിയാം, ഇപ്പോൾ PM ശ്രീ പദ്ധതിയിലാകട്ടെ, ആരോഗ്യവകുപ്പിൻ്റെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് വെക്കുന്ന വിഷയത്തിലാകട്ടെ, മാവോയിസ്റ്റ് വേട്ടയിലാകട്ടെ, നിരന്തരം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയത്തിൽ ഉൾപ്പെടെ അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രതികരണങ്ങളുമായിട്ട് രംഗത്ത് വന്നവരാണ് CPI നേതാക്കൾ. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിനെ സംബന്ധിക്കുന്ന അന്വേഷണം SIT ആരംഭിക്കുകയും ഇത്രയും പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും ഈ CPI നേതാക്കളാരും ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇപ്പോൾ അവരുടെ തന്നെ നോമിനി അറസ്റ്റിലായിട്ട് പോലും അവർ ഒരക്ഷരം ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. ഇതെന്തുകൊണ്ടായിരിക്കും? അവർ മിണ്ടാത്തതിൻ്റെ കാര്യം എന്നല്ല, അറസ്റ്റ് ചെയ്ത ഒരാൾ പിന്നെ ഈ പങ്ക് പറ്റിയാലും അവർക്ക് പങ്ക് കാണും. എന്തൊരു കൊച്ചു കാര്യമുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പുറപ്പുറത്ത് കിടന്ന് വിളിക്കുന്നത് പോലെ, കോഴി വിളിക്കുന്നത് പോലെ കിടന്ന് വിളിച്ച് വെള്ളം വയ്ക്കുന്നവർ തിരിയും വലിയ ഒരു സംഭവം നടന്നിട്ട് കണ്ടില്ല എന്ന് പഠിച്ച് നടക്കുന്നത് ബിനോയ് വിശ്വനെ പോലുള്ളവർക്ക് നല്ലതല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവർ അതിലൊരു മൗനം പാലിക്കുന്നു. ഗുണം കിട്ടിയെങ്കിൽ മൗനം പാലിക്കും. ഗുണം കിട്ടിയോ എന്നൊക്കെ ഇനിയുള്ള അന്വേഷണത്തിലെ വരാം. മടിയിൽ കനമുണ്ട്, അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ തന്നെ. സാധാരണ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ചട്ടം പഠിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടരാണ് CPIക്കാർ. അവരാണ് ഇങ്ങനെ പെരുമാറുന്നത്. ഇത് ഈ കട്ട മുതൽ എടുക്കുന്നതിനൊരു ചട്ടവും ഇല്ല. എല്ലാവർക്കും ചട്ടങ്ങൾക്ക് അപ്പുറമാണ് ഇത്. ഇതിൻ്റെയൊക്കെ വിലയും അങ്ങനെയുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഈ 90 ദിവസമാകുമ്പം ചാർജ് കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതെ ഇരുന്നതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ പങ്ക്, അതനുസരിച്ച് SITയുടെ നീക്കം, അത് അത്രയും ദിവസം കാലതാമസപ്പെടുത്തി 60 ദിവസത്തിന് മുമ്പ് ഇതേ ആശുപത്രി കിടന്നയാളിനെ ഒരു റിമാൻഡ് രേഖപ്പെടുത്തിയില്ലല്ലോ. അത് കുറ്റം, ഒരു വലിയ കുറ്റം തന്നെയാണ്. ഇനി അവർ പറയാൻ പോകുന്നത് കോടതിക്ക് ബോധ്യപ്പെടുത്താൻ അന്വേഷണം തൃപ്തി എന്ന് പറയാൻ ഇന്ന ആളുകൾ കൂടി അറസ്റ്റ് ചെയ്യാറുണ്ട്, എന്നാലേ തൊണ്ടി കിട്ടൂ. തൊണ്ടിയൊക്കെ ഇതിനു മുമ്പേ കിട്ടുമായിരുന്നു ചോദ്യം ചെയ്തെങ്കിൽ. തൊണ്ടി കിട്ടിയാൽ ഈ അന്വേഷണം പൂർത്തീകരിക്കണം. അതുകൊണ്ട് വൈകിപ്പിച്ച് കൊണ്ടുപോകും. അത് നീട്ടി കൊണ്ടുപോയിട്ട് തൊണ്ടിയൊക്കെ കിട്ടും, താമസിക്കും. അപ്പോഴിവരൊക്കെ ജാമ്യം ഇറങ്ങും. ഈ തൊണ്ടി മുതൽ ഇരിക്കുന്നവനെയൊക്കെ സ്വാധീനിക്കും. അവസാനം കേസൊന്നുമില്ലാതെ പോകുന്ന രീതിയിലേക്ക് എത്തും. അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രം, ഈ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് SIT നീങ്ങുന്നത്. ഹൈക്കോടതിക്ക് അവിടെ ഇരുന്ന് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുമെങ്കിലും ഈ കറക്ക് കമ്പനികളെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് SIT ആയതുകൊണ്ട് എത്രത്തോളം ഇത് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. CBI അന്വേഷണം ഉടനെ തന്നെ ഹൈക്കോടതി അതിനൊരു ഓർഡർ ഇടണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം. കാരണം ഈ ഇപ്പോഴത്തെ റിപ്പോർട്ടുകളെല്ലാം ഇനി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ മുന്നിൽ വരാനുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച് കോടതി ഒരു ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. നന്ദി, നമസ്കാരം. നമസ്കാരം.